തൃശ്ശൂരിൽ കണ്ടത് കേരള രാഷ്ട്രീയത്തിലെ ഒരു പുതിയ ഒരു വഴിത്തിരിവെന്ന് തന്നെ പറയാവുന്നതാണ്. കാര്യം ജയിക്കില്ല എന്ന് പറഞ്ഞിരുന്ന കേരളത്തിൽ BJP ജയിച്ചു. ത്രികോണ മത്സരം, ശക്തമായ ത്രികോണ മത്സരം എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവസാനം ഞങ്ങൾ തമ്മിലുള്ള തർക്കം ഭൂരിപക്ഷത്തെ ചൊല്ലി മാത്രമായിരുന്നു. ഇത് നൽകുന്ന സന്ദേശം എന്താണ് കേരള രാഷ്ട്രീയത്തിന്, കേരളത്തിലെ BJP പ്രവർത്തകർക്ക്? ഞങ്ങൾ അവിടുത്തെ സഹസ്ഥാനാർത്ഥികൾ ആരാണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഇടിമുഴക്കം ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയിരുന്നു. ഒരു കാരണവശാലും ജയിക്കില്ല. അപ്പോൾ എന്തോ ഒരു തത്വമില്ലായ്മയാണ് അതിനകത്തുള്ളത്. എതിർ സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും നിശ്ചയിച്ചിട്ടില്ല, എന്നാലും ജയിക്കില്ല എന്നൊരു നിശ്ചയം വരണമെങ്കിൽ അതെന്ത് അരാഷ്ട്രീയമാണ്. ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ മൈൻഡ് സെറ്റ് അല്ല, അത് തന്നെ അരാഷ്ട്രീയമല്ല. അപ്പോൾ ഇത് പ്രീ ഡിസൈഡഡ് അല്ലേ? ആ ഒരു പ്രീ ഡിസിഷൻ എന്ന് പറയുന്നത് അവിടുത്തെ സാധാരണക്കാരായ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവരും പാർട്ടികൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവരും അല്ലാത്തവരും എല്ലാവരും വാശിയോടെ ഒത്തുചേർന്നു. അതാണ് ഈ വിജയം. ഇനി ഞാൻ പോയിടത്തൊന്നും എവരുടെ ഒന്നും പേരേ പറഞ്ഞിട്ടില്ല. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, നിങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് 2 പേരെ തിരഞ്ഞെടുത്ത് അയച്ചവർ എന്ത് ചെയ്തു, അതിൻ്റെ ഗുണം നിങ്ങൾക്ക് എത്ര ഉണ്ടായി. വ്യക്തികൾക്കല്ല, അത് ഞാനും ചെയ്യില്ല, സമൂഹത്തിനാണ് ചെയ്യേണ്ടത്. എന്തുണ്ടായില്ലയോ അത് ഇതാണ് ഉണ്ടാവേണ്ടിയിരുന്നത് എന്ന് തെളിയിച്ചുകൊണ്ട് നൽകൽ എന്ന് പറയുന്നത് നിങ്ങളെ അതിശയിപ്പിക്കുകയല്ല, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടാവും എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ജയിക്കില്ല എന്ന് പറഞ്ഞത് അവരന്ന് പറയണമായിരുന്നു, ജയിപ്പിക്കില്ല എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഭൂരിപക്ഷം 2 ലക്ഷമായിരുന്നു. യു പ്രൊവോക്ക് ദ പീപ്പിൾ. ആ പീപ്പിൾ എന്ന് പറയുന്നവരങ്ങ് രാഷ്ട്രീയ അടിമകളാണെന്നൊന്നും വിചാരിക്കരുത്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും മാറും. വല്ലാതെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തു. അണ്ടർഎസ്റ്റിമേഷൻ, അണ്ടർമൈനിങ്. രാഷ്ട്രീയത്തിൽ എന്തൊക്കെ പാടില്ലയോ അതെല്ലാം അവർ ചെയ്തു. ഇപ്പം എന്താ ചെയ്യുന്നത്? ഇപ്പം എന്താ അവർ ചെയ്യേണ്ടത്? അവർ തോറ്റതിൻ്റെ മതിയായ കാരണമാണ് കണ്ടെത്തേണ്ടത്. അല്ലാതെ ഞാൻ ജയിച്ചതിൻ്റെ കാരണം അന്വേഷിച്ച് നടക്കുകയാണോ വേണ്ടത്? അതിലെന്തോ ഒരു അരാഷ്ട്രീയമാണുള്ളത് എന്ന് പറഞ്ഞുതരാം. എൻ്റെ ജയിച്ചതിൻ്റെ കാരണം, എൻ്റെ ജയത്തിൻ്റെ ഒരു ആഞ്ഞടി ഉണ്ടെങ്കിൽ അതിന് കാരണം ജനങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനമെന്ന് പറയുന്നത് 1.5 വർഷമായിട്ട് എൻ്റെ പാർട്ടി പ്രവർത്തകർക്ക് ക്രോഡീകരിച്ചു കൊണ്ടുവന്ന് ഇഫക്റ്റീവ് ആകാൻ സാധിച്ചു. അതിനൊരുപാട് വ്യഥ പാർട്ടി പ്രവർത്തകർ അനുഭവിച്ചു. അനീഷ് തുടങ്ങി അങ്ങോട്ട് താഴോട്ടൊരു 500 പേരുടെ പേര് ഞാൻ പറയേണ്ടി വരും. പിന്നെ അവർ നയിച്ച 10 പേരും 100 പേരും അടങ്ങുന്ന സംഘങ്ങൾ. SG4P അങ്ങനെ എഴുതുന്നത്. ഡിജിറ്റ് 4 ആണ്, പക്ഷെ അതിൻ്റെ ഉദ്ദേശം SG ഫോർ പാർലമെൻറ്റ്. അങ്ങനെ ഒരു സംഘം ഉണ്ടായിരുന്നു. പിന്നെ വിമൻസ് ഫോറം ഉണ്ടായിരുന്നു. 7 or 8 ഉണ്ടായിരുന്നു. എറണാകുളത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും ഒക്കെ 10 പേരുടെ 25 പേരുടെ ബാച്ചസ് ഓരോ ആഴ്ചയും ടേൺ എടുത്ത് വന്ന് ഓടി നടക്കുന്നുണ്ടായിരുന്നു. വീടുകളിൽ കയറി ഇറങ്ങി, ഫ്ലാറ്റുകളിൽ കയറി. അവരുടെ പ്രയത്നം എന്ത് തരം നിഷ്പക്ഷ വോട്ടുകളെയാണോ കൊണ്ടുവന്ന് ഓൾറെഡി എക്സിസ്റ്റിംഗ് ബേസ് വോട്ടിലേക്ക് ചേർക്കാൻ പറ്റിയത്, അതാണ് എൻ്റെ വിജയം.